ഓണാഘോഷത്തിനിടെ അപകടകരമായ രീതിയിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് സംഭവം. വാഹനങ്ങളുടെ മുകളിലും ഡോറിലും ഇരുന്നാണ് അപകടയാത്ര. ദസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദസ്ന, പല പ്രാവശ്യം ഇത്തരത്തിലുള്ള അപകടകരമായ വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നടപടികളും ഉണ്ടായിട്ടുണ്ട്. ഇവളിപ്പോൾ ഓണാഘോഷത്തിൻ്റെ കാലമാണ്. പലയിടത്തും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ തന്നെ നടക്കും. പണ്ട് ഒരിടത്ത് ഒരു കോളേജിൽ ഈ അമിത വേഗത്തിൽ ജീപ്പ് ഓടിച്ച് ഒരു വിദ്യാർത്ഥിക്ക് അപകടം വരെ ഉണ്ടായി, മരണം വരെ സംഭവിച്ച ഒരു സംഭവമുണ്ട്. അതിൽ നിന്നൊന്നും തന്നെ പാഠം പഠിക്കുന്നില്ല. വീണ്ടും ഈ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെപ്പോഴാണ് സംഭവിച്ചത്? എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശം? ഇന്നലെയാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ഓണാഘോഷം ഉണ്ടായത്. ഈ ഓണാഘോഷത്തിലാണ് അപകടകരമായ രീതിയിൽ വിദ്യാർത്ഥികൾ വാഹനങ്ങളിൽ യാത്ര ചെയ്തത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വാഹനങ്ങളുടെ മുകളിലും ഡോറിലും ഇരുന്നാണ് ഇത്തരത്തിൽ അപകടയാത്ര നടത്തിയത്. പിന്നിലുള്ള വാഹനത്തിൽ വരുന്നവരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടപടി എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. നടുറോഡിലെ വാഹന ഘോഷയാത്രയിലാണ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തിട്ടുള്ളത്. വാഹനങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. രജനി, അപ്പം ഒരു സംശയം കൂടെയുണ്ട് ദസ്ന. കാരണം ഇത് കോളേജിനകത്ത് തന്നെയാണോ അതോ പുറത്താണോ ഇത്തരത്തിലുള്ള യാത്ര എന്നാണ്. കാരണം പുറത്തുള്ള ആളുകൾ അതുവഴി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് അതിലൂടെ കാണാൻ കഴിയും. തീർച്ചയായും കോളേജിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ പുറത്താണ് ഇത്തരത്തിലുള്ള ഒരു നിയമലംഘനം നടത്തിയത്. റോഡിലൂടെ വാഹനം ഓടിച്ചായിരുന്നു ഇവരുടെ ആഘോഷയാത്ര എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുറകിൽ നിന്ന് വരുന്ന ഒരു വാഹനമാണ് ഈ ദൃശ്യം വളരെ വ്യക്തമായി പകർത്തിയത്. തുടർന്നാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. കുറച്ചു സമയം മുൻപാണ് ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ വാഹനം കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നിലവിൽ. ശരി.